ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പുതിയ ഫ്രോഡ് കേസുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ പലവരും ദുബൈയിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഞങ്ങൾ വഴി വന്നാൽ എല്ലാം ശരിയാക്കാം, എല്ലാം കിട്ടും, ഭയങ്കര സാധ്യത തരും, പല പ്രോപ്പർട്ടീസിൻ്റെയും ഡീലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൈസിന്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഏതെങ്കിലും വലിയ ഹോട്ടലുകൾ മസ്കറ്റിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഓരോ വലിയൊരു ഹോൾ എടുത്തതിന് ശേഷം അവിടെ നമ്മൾ ചെന്ന ഉടനെ ചായ പിന്നെ സ്നാക്സ് എല്ലാം തരും. ഒരു 3-4 പെൺപിള്ളേർ കാണും, ഒരു 3-4 ആൺപിള്ളേർ കാണും, വലിയ ഗമയിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന 1-2 അവന്മാർ കാണും. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നല്ല അടിപൊളി ബ്രോഷറുകളും നെറ്റിൽ ഇവരുടെ സൈറ്റുകളും കുറേ നല്ല നല്ല ഫോട്ടോസും എല്ലാം കൂടെ ഉള്ള എല്ലാം കാണിച്ചിട്ട് പറയും. അപ്പം ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ വില കുറച്ച് തരികയാണ്, നിങ്ങൾക്ക് ദുബൈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഷാർജയിൽ അല്ലെങ്കിൽ അവിടെയെല്ലാം നമുക്കൊരു 2 കോടിക്ക് താഴെ നിങ്ങൾക്കൊരു വില്ല കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു 10% ഞങ്ങൾക്ക് അടയ്ക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ടും ദുബൈയിൽ ഒരു ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതിന് 20 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇവന്മാരും പോകും, പിന്നെ കാണത്തേയില്ല ഒരുത്തിന്. അപ്പം ഈ ഫേസ്ബുക്കിനകത്തും ഇതുപോലെ വരുന്ന പലതും ഭയങ്കര പറ്റിപ്പാണെന്ന് പറഞ്ഞാൽ ശരിക്കും റിയൽ അനുഭവസ്ഥരാണ്. ഇതുപോലെ വേറൊരിടത്ത് ഇതുപോലെയാണ്. നമ്മൾ ഒരു ഷെയർ ബേസിൽ കറങ്ങാൻ പോകുമെന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു 5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വർഷം 10 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ വിറ്റ് ഇതെല്ലാം മൊത്തം കള്ളത്തരമാണ്. നമുക്ക് 5 ദിവസം തരില്ല. പലർക്കും പ്രോപ്പർട്ടി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ ഒന്നും കാണില്ല. നിങ്ങളുടെ പൈസ പോയത് തന്നെ മെച്ചം. വളരെ ശ്രദ്ധിക്കുക. ഇതുപോലെ ട്രാവൽസ് ഇപ്പം നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന വളരെ തുച്ഛമായ റേറ്റിൽ അവിടെ ബാലിയിൽ അവിടെ എല്ലാം നമുക്ക് 30,000 രൂപ 20,000 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് പ്ലെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. നമ്മളിവിടെ ചെന്ന് ഇവരുടെ അടുത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഇവന്മാരെ കാണാനേ ഇല്ല. ഇതിനെതിരെയൊക്കെ ശരിക്കും നല്ലതുപോലെ കേസിന് പോകണം. ഇപ്പം ഈ കേസ് എന്ന് പറഞ്ഞാൽ ഞാനും വൈഫും കൂടെ ചെന്നാണ്, കൊന്നറച്ച് ആൾക്കാരിവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ ഞങ്ങൾ 2 ഇടത്ത് പോയിരുന്നു. അതായത് ഒന്ന് ഈ പ്രോപ്പർട്ടി മോക്ക് വേണ്ടി അവിടെ ദുബൈ വേണ്ടി ഒരു പ്രോപ്പർട്ടി നോക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതുണ്ട് മറ്റേ പ്രോപ്പർട്ടി ഉണ്ട്, ഇങ്ങനെയാണ് ഇതാണ് സംഭവം, നിങ്ങൾ അതിൻ്റെ 2 കോടി രൂപയാണ് ഇതിൻ്റെ വില, 2.5 കോടിയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ചിലതൊക്കെ 5 കോടി രൂപ, 5 കോടി രൂപയിൽ 10% ആദ്യം അടയ്ക്കണം, അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം എൻ്റെ ബ്രദറും ഒരുപാട് പേരും ഗൾഫിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പുള്ളിക്കാരനടുത്ത് ഞാനൊന്ന് സംശയം ബ്രദറും ബിസിനസ് ചെയ്യണം. അപ്പം ഞാൻ ചോദിക്കാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഈ ഇടയ്ക്കൽ, ഇപ്പം ഇവരെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ, അടിയിൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയണം. അപ്പോൾ പറയണേ അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടെ വന്നാൽ കോണ്ടാക്ട് ചെയ്യാമല്ലോ, എന്തിനാണ് ഇപ്പോൾ ഇവർ ഇടപഴകേണ്ട, അവർക്ക് എല്ലായിടത്തും ഓഫീസുണ്ട്. അപ്പോൾ അതുപോലെ ഇവർ പറഞ്ഞ കോൺട്രാക്ടേഴ്സിൻ്റെ ഗ്രേഡിങ് അത്ര കൂടുതലല്ല. നല്ല രീതിയിൽ ഗ്രേഡിങ്, നല്ല സ്ഥലം വാങ്ങിച്ച് നല്ലതുപോലെ വയ്ക്കുന്ന ഗ്രേഡിംഗ് ഉള്ളവർക്കേ ഗുണമുള്ളൂ. അത് വാങ്ങിച്ചാലേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ വെറും കൺസ്ട്രക്ഷനൊക്കെ വെറും മോശമായിരിക്കും, സ്ഥലവും മോശമായിരിക്കും, പിന്നെ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ അത് മോശമായിരിക്കും. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് വന്ന് സൈറ്റ് ഇവിടെ വന്ന് ദുബൈ വന്ന് നിങ്ങൾ പ്രോപ്പർട്ടി പോയി നോക്കി ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ മെസ്സേജിൽ ഞാൻ ചുമ്മാ ഹായ് എന്നിട്ടപ്പോഴത്തേക്കും അപ്പം എൻ്റെ തിരിച്ച് പറയുന്നത് അവിടെ നിന്നൊരു പാർട്ടിയാണ് പറയുന്നത്, ഇപ്പം വെറും ഫ്രോഡാണ്, ഇതിൻ്റെ മൊത്തം ഫ്രോഡാണ്, ഈ കംപ്ലീറ്റ് ഒരുപാട് കേസുകൾ ഉണ്ടായി, നിങ്ങൾ പോകുക. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഫോട്ടോസിൻ്റെ ഇടയ്ക്ക് ഇവിടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് പലതും. നമ്മൾ ഭയങ്കര ജാടയിലുള്ള ബ്രോഷർ ഇതൊന്നും കണ്ട് വിശ്വസിക്കരുത്. ബ്രോഷർ കാര്യങ്ങൾ ഈ ഫേസ്ബുക്കിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒക്കെ എല്ലാം ചുമ്മാണ്. ഈ സാധനങ്ങളടക്കം ക്രീമുകളും ഇതെല്ലാം ഇതുപോലെയാണ്. വെറുതെ ആളെ പറ്റിക്കുന്ന വേലകളാണ്. വെറുതെ ചുമ്മാ നിങ്ങളുടെ പൈസ പോയതിനിടെ ഇതുപോലെ പറ്റിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളിതുപോലെ വേറൊരു ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ശരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ അപ്പോൾ ഇതുപോലെ 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾക്ക് 10 ദിവസം താമസിക്കാം. അവസാനം പറഞ്ഞപ്പോൾ അവനൊക്കെ കള്ളന്മാർ, അവൻ്റെ പൊടി പോലും കാണാനില്ല, പൈസ കൊടുത്തേ പോയി. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ബി കെയർഫുൾ. നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പ്രാക്ടിക്കലി അവിടെ പോയി നമ്മൾ നോക്കി ആ സാധനങ്ങളൊക്കെ കൊള്ളാമോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ട്രാവലിനും
നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ അവൻ 5 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വരെ നിങ്ങൾ 5 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിലിട്ട 10% അല്ലെങ്കിൽ 8% കിട്ടിയാൽ 40,000 രൂപ ഒരു വർഷം കിട്ടും. ഈ 40,000 രൂപ മതി നിങ്ങൾക്ക് കറങ്ങാൻ പോകാൻ. സുഖമായിട്ട് നമുക്ക് ലോക്കൽ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ വരെ 40,000 രൂപയ്ക്ക് സുഖമായിട്ട് 2 ദിവസം പോയിട്ട് വരാം. അപ്പം എന്തിനാണ് ഇവരുടെ അടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തത്? എന്നിട്ട് ഇവരുടെ കണ്ടീഷൻസൊക്കെ ഭയങ്കര, നമ്മളവിടെ ചെല്ലുമ്പോൾ റൂമില്ലെന്ന് പറയും, നമ്മൾ പറയുന്ന റൂം കിട്ടില്ല വേറെ. അതൊക്കെ നല്ല ബ്രാൻഡായിട്ട് നിൽക്കുന്നവന്മാരാണ്. ബാക്കിയുള്ളവന്മാരുടെ എല്ലാം കാര്യം വേറും പറ്റിപ്പോണം. അവന്മാർ അങ്ങനെ ഒരു സംഭവം കണ്ടാൽ നിങ്ങളുടെ പൈസയും പോയത് തന്നെ. എല്ലാം ഈ നോർത്ത് ഇന്ത്യൻ ലോകിലൊക്കെ ഇംഗ്ലീഷുകളും ഭയങ്കര അടിപൊളി ജാടയിൽ മറ്റേ സൂട്ടും കോട്ടും കെട്ടും ഭയങ്കര സംഭവമാണ്. നമ്മൾ കണ്ട മിക്കവാറും പേര് വീഴും. പലരും പിന്നെ ഈ പറഞ്ഞതുപോലെ പറയണ്ട പോട്ടെ അല്ലെങ്കിൽ പോയത് പോയി എന്ന് പറഞ്ഞ് കളയുന്ന പാർട്ടികളാണ് ഭൂരിഭാഗവും. അപ്പോൾ അതാണ് ഇവരുടെ പ്രയോജനം. അപ്പോൾ നല്ല സൂപ്പർ പെമ്പിള്ളേർ സ്മാർട്ടായിട്ട് മിടിയൊക്കെ ഇട്ട് അവിടെ ചെന്ന ഉടനെ നിങ്ങൾക്ക് ചായ സ്നാക്സ് എല്ലാം കയറി ഇരിക്കും, ഹായ് വോയിസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ച്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടാലേ വിചാരിച്ചോളും ഫ്രോഡ്. പണ്ടില്ല നമ്മൾ ആടുമാഞ്ചിയും കോഴി എന്നൊക്കെ പറയുന്ന പോലെയും അതുപോലെ തന്നെ പല പല തട്ടിപ്പുകൾ ഭയങ്കരമായിട്ടില്ല. മോൺസൻ്റെയൊക്കെ ചേട്ടന്മാരെ മോൺസൺ ഉള്ളത് പറഞ്ഞ് ഉള്ളത് പറ്റിക്ക് പറ്റി. ഇത് കൂട്ടായി പറ്റിക്കാൻ വരെയാണ്. ഒരു കമ്പനി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സാധനമേ കാണില്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന വെബ്സൈറ്റ് ഒന്നും ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. ഒരു കള്ള വെബ്സൈറ്റും ഉണ്ടാക്കി അതിനകത്ത് കുറേ ഫോട്ടോസ്, എത്ര സൂപ്പർ ഫോട്ടോസ് വേണോ അതിനകത്ത് എടുത്തിടാൻ പറ്റും. നമ്മൾ അതിനകത്തൊക്കെ വീണ് പോകും. ആ സൂപ്പർ ഫോട്ടോസിന് നല്ല ഉഗ്രം ബ്രോഷറുകൾ. ആ ഒരു ബ്രോഷർ തന്നെ ഇവന്മാരുടെ കാൽക്കുലേഷൻ ഇപ്പോൾ 500 പേര് വരുന്നെങ്കിൽ ഈ 500 പേർക്കുള്ള ചിലവ്, അതായത് ഒരു ചായയും 2 സ്നാക്കും പിന്നെ അല്ലെങ്കിൽ ഒരു ഈ ബ്രോഷറും ഇതെല്ലാം കൂടെ ചേർത്ത് മൊത്തം ഒരാളുടെ ചിലവെന്ന് പറഞ്ഞാൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവന് മനസ്സിലാവും. ഒരു 250 രൂപ ആ റെൻറ്റിന് അവിടുത്തെ ഹോട്ടലിലെ റെൻറ്റ് കൂടെ ചേർത്താൽ 500 രൂപയെന്ന് മനസ്സിലാവും. അപ്പോൾ 500 രൂപ ചിലവ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. 500 പേര് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ. അത് കഴിഞ്ഞ് 4 പേര് വീണാൽ മതി. ഇവൻ്റെ കയ്യിൽ ഒരു 15 ലക്ഷം 20 അല്ല 50 ലക്ഷം രൂപ വീഴും. ഇതാണ് ഇവരുടെ മാത്തമാറ്റിക്സ്. ഇനി അഥവാ ഇതിൽ ആരാൾ കേസ് പോകുന്നു, വഴക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ഒരാളായിരിക്കും പോകുന്നു, അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കും. അതോടുകൂടി ബാക്കി പൈസ അവൻ്റെ കയ്യിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം. ഈ ട്രാവലിൻ്റെ എല്ലാം ഭയങ്കര ചീള് റേറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അവിടെ കണ്ടീഷൻസ് നോക്കി കഴിയുമ്പോൾ അതിനേക്കാളും വിറ്റാണ്. ഓരോരോ സാധനങ്ങൾ അതിനകത്ത് കാണില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവൻ്റെ അടുത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ പോയത് തന്നെ അടയാളം. അതുകൊണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ആഡെല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തുക. തീർച്ചയായിട്ടും ഇങ്ങനെ ഇവിടെ ഒരാളുണ്ട്. എപ്പോഴും ഡയറക്റ്റായിട്ട് ഇവരുടെയൊക്കെ ഓഫീസിൽ പോകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ നല്ല പോലെ നിങ്ങൾ അതുവഴി പോയി പരിചയമുള്ള ഒരാൾ പറഞ്ഞിട്ട് പോകണം. അതും വേറെ കുഴപ്പമൊന്നും ഞാൻ മുമ്പാണെങ്കിൽ അത് കഴിഞ്ഞ് ഇവൻ പൂട്ടിക്കൊണ്ട് പോയിരിക്കുക, എല്ലാ രീതിയിലും വന്നിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഫുൾ ഫ്രോഡ് പരിപാടികളാണ് ഇതിനകത്തൊക്കെ നടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അഡ്വർടൈസ്മെൻറ്റ്സും ഇതിനകത്തുള്ള ഒരു ജെനുവിനിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പോയേ വെക്കുള്ളൂ. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെ നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുത്തിരുന്നെങ്കിൽ പൈസ പോയി, പിന്നെ അവൻ്റെ പുറകെ കിടക്കും. എൻ്റെ ബ്രദർ അന്നേ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് മിണ്ടാതിരുന്നത്, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ നമ്മളെന്തായാലും പോയി നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഒന്നും ഇരിപ്പില്ല, ഹാർഡ് ഏൺ മണിയേ ഉള്ളൂ. അപ്പോൾ ഈ ഹാർഡ് ഏൺ മണി ഉള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറ്റിപ്പിലൊന്നും പോയി വീഴരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്കൂട്ടറുകളുടെ അഡ്വർടൈസ്മെൻറ്റ് 700 കിലോമീറ്റർ 800 കിലോമീറ്റർ മൈലേജ് ഞാൻ വെറുതെ പറഞ്ഞാൽ അങ്ങനെ ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ വിവരം അറിയണത്. ഇതെല്ലാം ഈ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ചിലതൊക്കെ പറയും സൈക്കിള് ഡെയിലി സെയിൽ 100 രൂപ മാത്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തുമാത്രം അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഈ ഫേസ്ബുക്കിനകത്തുണ്ട്. അപ്പം ഒന്നീ ഇതിനൊരു കൺട്രോൾ സർക്കാർ തന്നെ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് തലമുടി വളരാനുള്ള ഓയിലൊക്കെ എല്ലാം സൂപ്പർ കള്ളത്തരങ്ങളാണ്. ഈ സാധനങ്ങളെല്ലാം വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു ബ്രാൻഡഡ് ആയിട്ട് അവന്മാർ കുറച്ച് രൂപ ഇൻവെസ്റ്റ് ചെയ്യും, 2-3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അവനത് ഒരു 3-4 മാസത്തിനകത്ത് അവർ 9 ലക്ഷം രൂപ ഇട്ട് അവൻ തീർന്നു. ആ ഓയിലും കാണില്ല, ഒന്നും കാണില്ല. ഇതേപോലെയാണ് ഈ സാധനം. അപ്പം ഇതുപോലത്തെ സ്കാമിലൊന്നും ചെന്നാൽ നിങ്ങളുടെ പൈസ പോകും. ഒരുപാട് പേരുടെ രൂപ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഈ ആടുമാഞ്ചിയൊക്കെ മാറിയിട്ട് അതിന് പകരം നമുക്ക് നല്ലപോലെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന രീതിയിലാണ് ഇവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇനിയെങ്കിലും ഈ ഹോട്ടൽ അതുപോലെ ചിലർ റിയൽ എസ്റ്റേറ്റ് ഒന്ന് ഞങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവൻ തുടങ്ങി പോലും കാണില്ല ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. അതിന് മുമ്പ് ഇവൻ പൈസ മേടിച്ച് കഴിഞ്ഞാൽ തുടങ്ങത്തുമില്ല, ആ രൂപ പോയത് തന്നെ വെച്ച്. അപ്പോൾ ഇതുകൊണ്ട് ബി കെയർഫുൾ, പൈസ പോകും ഉറപ്പാണ്. ഇപ്പോൾ ഇതിങ്ങനെ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്ന് ഞാൻ പൈസ കൊടുത്തില്ല, അതുകൊണ്ട് എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് ആണ് ഇതിങ്ങനെ. അപ്പോൾ ഇത്
ഞാൻ വേറെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടതുകൊണ്ടാണ് ഈ പറയുന്നത്. ട്രാവൽസിൻ്റെത്, റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാം. നിങ്ങൾക്ക് യൂറോപ്പിൽ വീട് സ്ഥലവും വാങ്ങിക്കാം, അമേരിക്കയിൽ വാങ്ങിക്കാം, ഓസ്ട്രേലിയയിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇങ്ങനെ പല പണ്ട് ഇതുപോലെ MBBS ഒക്കെ കിട്ടുന്നത് അതിപ്പോൾ കാണാനില്ല. അപ്പം ഇതുപോലെ ഭയങ്കര രസകരമായ ഭയങ്കര ഒരു ആംബിയൻസ് ആദ്യം ഒപ്പിക്കും. അതിനകത്ത് കുറച്ച് പേരെ പിടിച്ചെടുത്ത് ഓരോരുത്തൻ്റെയൊക്കെ വരവ് കാണണം. ഓരോ മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇതിൽ ഞാൻ സാറിന് ഒരു 30% ഡിസ്കൗണ്ട് തരും. അവൻ്റെ ഞാൻ പറയില്ല, അത് ഡിസ്കൗണ്ട് തരും. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം, മറ്റേയാണ് മറിച്ചാണ്, ആരെയാണ് ചേട്ടൻ. ഇതുപോലെയാണ് ഈ കാറുകാരന്മാർ പലവരും ശുദ്ധ തട്ടിപ്പാണ്. ആ വണ്ടിക്ക് അതിൻ്റെ ഒരു 10 പോലും പ്രയോജനം കാണില്ല. ഇപ്പോൾ ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ഒരു വണ്ടി ഇവിടെ ഇതുകൊണ്ട് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ കിടന്നെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കയറാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ല അത്രയ്ക്കും അതിൻ്റെ ഫ്രണ്ട് താഴെ വിട്ട് വീല് വലുതുമാണ്, ടയർ വലുതുമാണ്. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കയറിയപ്പോൾ എനിക്ക് അതിനകത്ത് ചാടി കയറേണ്ടി വന്നു. എനിക്ക് പൊക്കം കുറവാണ്, എന്നാലും ഇത് പറയാണ്ട് സാധാരണ വണ്ടിയേക്കാൾ ഇരട്ടി പൊക്കം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ഏറ്റവും എളുപ്പമായിട്ട് അതൊക്കെ 8 നിലയെ പൊട്ടി. ഇത് വാച്ചവൻ്റെ ഓഫീസ് കൂടി. അപ്പോൾ ഇവന്മാരുടെയൊക്കെ ഈ ആഡ് കാണുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ സാധനം അല്ലെങ്കിൽ ആ ഓഫീസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ പറയണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് പൈസ തരും. ഒരു കാരണവശാലും അഡ്വാൻസ് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൂർ ഓപ്പറേറ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് പൈസ തരാം, ഓക്കെ, എന്നാൽ നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എക്സാക്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് പോയി കൊടുക്കുക അവർക്ക്. അല്ലാതെ ഈ നെറ്റിൽ കാണുന്ന വിർച്വൽ ഓഫീസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും പൈസ കൊടുക്കരുത്. നേരത്തെ കൊടുത്താൽ നിങ്ങളുടെ പൈസ പോകും, അത് ഉറപ്പാണ്. ഇതിനകത്ത് വരുന്ന എല്ലാം ഇതേ ഫ്രോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 കോട്ടിട്ട സൂട്ടിട്ട അവന്മാർ ശരിക്കും ഗുണ്ടകളായിരിക്കും. അതുപോലത്തെ സാധനങ്ങൾ ഒരു 3-4 പെമ്പിള്ളാരും അവരെല്ലാം പൈസ കൊടുത്ത് വെറുതെ എഴുതിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു വീട്, ഓഫീസ്, ഇതുപോലെ ഹോട്ടലുകാർ ഇതിനെല്ലാം കൊടുക്കുന്ന ഹോട്ടലുകാർ ശ്രദ്ധിക്കണം. ഇത് ജെനുവിൻ ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് ഇവർ ഈ പറഞ്ഞ പോലെ സ്പേസ് കൊടുക്കാവും. അതായത് പല ഹോട്ടലിലെ ഹോൾ എടുത്ത് ഇതിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ വരും, നിങ്ങൾക്ക് അത് എടുത്താൽ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഹോട്ടൽസിനകത്ത് തന്നെ വരും. അപ്പോൾ ഈ ഹോട്ടലുകാരും ഇതിന് ശ്രദ്ധിക്കണം. ഗവൺമെൻറ് ഇതിനകത്തൊരു കരുത്ത് സ്ട്രിക്റ്റായിട്ട് ഇതുപോലത്തെ കള്ളത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. പക്ഷേ ഈ ആഡ് കൊടുക്കുന്നതിനൊന്നും കയറി തടയാൻ പറ്റില്ല. ഇൻ്റർനാഷണലായിട്ട് നെറ്റിൽ കൂടെ പോകുന്നതിനൊന്നും ചെയ്യണം. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരുന്നാൽ മതി. ഈ സാധനങ്ങളെല്ലാം ആളെ ഫുള്ളാക്കണമല്ല. ഇതുപോലെയാണ് പല സാധനങ്ങളും, ക്രീമുകൾ, കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് വരുന്ന എല്ലാം ശുദ്ധ വ്യാജമാണ്. കള്ളത്തരമൊന്നും ഇതിനകത്ത് എന്തെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ട് ഒന്നും പറയാതെ എല്ലാം മറച്ചു വെച്ചിട്ട് വെറുതെ കാണിക്കുന്ന സാധനങ്ങളാണ്. ഇതുപോലെ കള്ളത്തരം കാണിച്ചാണ് ഈ സിഗരറ്റിൻ്റെ അത് ലിക്കറിൻ്റെ എല്ലാം ബാൻ ചെയ്തത്. ലിക്കറിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കുടിച്ചെന്തോ ഭയങ്കര സംഭവമാണ്, നല്ല ടേസ്റ്റി സാധനമാണെന്നേ തോന്നുള്ളൂ. ഇങ്ങനെ തണുത്ത ബിയർ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പതഞ്ഞൊഴി. അപ്പം നമുക്ക് കൊച്ചിലേക്ക് കാണുമ്പോൾ വിചാരിക്കും തീർച്ചയായിട്ടും നല്ലൊരു സാധനമാണ്, കുടിച്ചു നോക്കാമെന്ന് വിചാരിക്കും. ഇതേപോലെ സിഗരറ്റിൻ്റെ പരസ്യം മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വെച്ചാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും പടം കൊടുത്തേക്ക്. എന്തിനാണ്? രണ്ടുപേരും ആണും പെണ്ണും വലിക്കാതല്ലേ, കാരണം പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്ന കുറവാണല്ലോ ഇന്ത്യക്കകത്ത്. അപ്പോൾ അതുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തെല്ലാം കള്ളത്തരങ്ങൾ അതല്ല ഇപ്പം ബാൻ സ്റ്റിക്കറിൻ്റെതും ഈ സിഗരറ്റിൻ്റെയൊക്കെ ബാൻ ചെയ്തുകൊണ്ടാണ് ഇതും കാണുന്നത്. ഇതുപോലെ ഈ സാധനങ്ങളുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി നല്ല കൺസ്ട്രക്ടേഴ്സും നല്ല ആൾക്കാരും മര്യാദയ്ക്ക് ചെയ്യുന്നവർക്ക് കൂടെ കുഴപ്പമാണ്. അപ്പോൾ ആക്ച്വലി നല്ല ഓഫീസ് കറക്റ്റ് വിർച്വൽ ഓഫീസല്ല, ഓഫീസ് ഉള്ളവർക്ക് അവിടെ ചെല്ലുക, ഡീറ്റെയിൽസ് അവരുടെ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടികൾ നേരത്തെ കൊടുത്തിരിക്കുന്ന നമ്മളൊന്ന് പോയി തിരക്കുക. ഒരു കാരണവശാലും ആരുമറിയായിട്ട് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകും. ഇതിൽ ഉറപ്പാണ്. ഞാനന്ന് പോയെടുത്തതിന് മിക്കവാറും 2 പേരും പൈസ കൊടുത്തിട്ടിരിക്കുന്നു. 2 പേരുടെ പൈസ എന്ന് പറഞ്ഞാൽ അവൻ കൂട്ടി നോക്കുമ്പോൾ 40 ലക്ഷം രൂപയായി. അവനവിടെ കൂടി മറിഞ്ഞാൽ ചിലവായത് ഒരു 1 ലക്ഷം രൂപയുടെ ചിലവ് വരും. ഹാളിൻ്റെ റെൻറ്റും ഇതെല്ലാം കൂടി 1 ലക്ഷം ഒന്നും ആയിക്കാണില്ല. ബാക്കി 39 ലക്ഷം രൂപ ലാഭം യുവവധൂരി മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ബി കെയർഫുൾ. ഇതിനകത്ത് പൈസ പോകാതിരിക്കാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോളുക. നമസ്കാരം. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.